വീണ്ടും പ്രധാനപ്പെട്ട വാർത്തയാണ്. കൊച്ചി ബ്രോഡ്വേയിൽ കടകൾക്ക് തീപിടിച്ചു. ശ്രീധർ തിയേറ്ററിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. 12ഓളം കടകൾ കത്തി നശിച്ചു. ഫാൻസി കളിപ്പാട്ട കടകൾക്കാണ് തീപിടിച്ചത്. സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നുമാണ് തീ പടർന്നെന്നാണ് സംശയം. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേണുക ചേരുന്നുണ്ട്. രേണുക, കൊച്ചി ബ്രോഡ്വേ എന്ന് പറയുമ്പോൾ ധാരാളം തിരക്കേറിയ ഒരു ബ്രോഡ്വേ ഒരു സ്ഥലം തന്നെയാണ്. ശ്രീധർ തിയേറ്ററിന് സമീപത്താണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 12ഓളം കടകൾ കത്തി നശിച്ചു എന്ന് പറയുമ്പോൾ നാശനഷ്ടങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ടാകാം. ആർക്കെങ്കിലും പരിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണമ, ഇന്നലെ രാത്രിയോടെയാണ് കൊച്ചി ബ്രോഡ്വേയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 10 കടകൾക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അർദ്ധരാത്രിയോടെയാണ് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായത്. എങ്ങനെയാണ് തീ പടർന്നത് എന്നൊരു കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. സമീപത്ത് പ്ലാസ്റ്റിക്കുകളെല്ലാം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ പടർന്നതാണോ, ഈ ഷോർട്ട് സർക്യൂട്ടാണോ എന്നൊരു കാര്യത്തിൽ അങ്ങനെ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എന്തായാലും എത്തിച്ചേർന്നിട്ടില്ല. ഏകദേശം 10 കടകൾ തീയിൽ കത്തി അമർന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. എറണാകുളം ബ്രോഡ്വേ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ക്രിസ്മസും അതോടൊപ്പം തന്നെ ന്യൂ ഇയറിൻ്റെയും ദിനാഘോഷങ്ങളുടെ ഭയം വലിയ തിരക്കിലാണ്. രാത്രി പോലും പല കടകളും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും ഫാൻസി കടകൾക്കും അല്ലെങ്കിൽ ഫാൻസി സാധനങ്ങളും കളിപ്പാട്ടങ്ങളും റീറ്റെയിൽ ഹോൾസെയിൽ കടകൾക്കാണ് തീപിടിച്ചിരിക്കുന്നത്. സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലടക്കം തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഇന്നലെ രാത്രി 1 മണിയോടെയാണ്, പുലർച്ചെയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ക്രിസ്മസ് മുതൽ എന്തായാലും ബ്രോഡ്വേയിൽ വലിയ തിരക്കാണ്. ന്യൂ ഇയർ വരാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി വലിയ തിരക്കാണ് രാത്രിയും പകലുമൊക്കെ അനുഭവപ്പെടുന്നത്. രാത്രി പോലും പല കടകൾ തുറന്നു പ്രവർത്തിക്കുന്ന നിലയിലാണ്. അടുപ്പിച്ചുള്ള 10 കടകൾക്കാണ് എന്തായാലും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏകദേശം ഇന്നലെ രാവിലെയോടെ തന്നെ എന്തായാലും എറണാകുളം കളക്ടറുടെ ഭാഗത്ത് നിന്നും ഒരു അറിയിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 17, 20 തീയതികളായി ബ്രോഡ്വേയിലുള്ള തന്നെ മേത്തർ ബസാറിൽ എന്തായാലും ഒരു പരിശോധന നടത്തിയപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ തീപിടുത്തം സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒന്നുമില്ലാത്ത രീതിയിലാണ് അവിടുത്തെ പകുതിയോളം കടകൾ, ഏകദേശം 28 മുതൽ 30 കടകൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇവർക്കൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളില്ല, ഫയർ എഞ്ചിനുകളില്ല, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായാൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള യാതൊരു സംവിധാനവും ഇല്ലാതെയാണ് മേത്തർ ബസാറിലെ പല കടകളടക്കം പ്രവർത്തിക്കുന്നത് എന്നൊരു കാര്യം കൂടി എന്തായാലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് തന്നെ എന്തായാലും ഇന്നലെ തന്നെ കളക്ടറുടെ ഭാഗത്ത് നിന്നൊരു പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെയോടെ, ഇന്നലെ രാത്രിയോടെ തന്നെ ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ ജില്ലാ അതോറിറ്റി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെയാണ് പല കടകളും പ്രവർത്തിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൊച്ചിയിൽ എന്തായാലും ഇപ്പോൾ ന്യൂ ഇയറിൻ്റെയും ക്രിസ്തുമസിൻ്റെയും ആഘോഷവേളയിലായിരുന്നു. അതിൻ്റെ വലിയ തിരക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മളും ആ തിരക്കിൻ്റെ വാർത്തകളെല്ലാം കൊടുത്തതാണ്. മേത്തർ ബസാറിൽ നിന്നും അടക്കം നമ്മളും വാർത്തകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും 15 കടകളാണ് ഈ കത്തി അമർന്നിരിക്കുന്നത്. പ്രധാനമായി ഫാൻസി വസ്തുക്കൾ, കളിപ്പാട്ടങ്ങളാവട്ടെ അല്ലെങ്കിൽ വസ്ത്രങ്ങളാകട്ടെ, ഇങ്ങനെ 10-15 കടകളാണ്. നിലവിൽ എന്തായാലും ഒരു ആശ്വാസകരമായ വാർത്ത എന്ന് പറയേണ്ടത് എന്തായാലും ആളപായം ഉണ്ടായിട്ടില്ല. രാത്രി പ്രവർത്തിച്ചതിനാൽ പല കടകളിലും ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമകളോ ഒന്നും ഇല്ലാത്തതിന് വലിയൊരു ആളപായം അവിടെ ഒഴിവായി എന്ന് വേണം പറയാൻ. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പല പ്ലാസ്റ്റിക് വസ്തുക്കളും വസ്ത്രങ്ങളും അടക്കം റീറ്റെയിൽ ഹോൾസെയിൽ കടകൾക്കടക്കമാണ്, ഗോഡൌണുകൾക്കടക്കമാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഗോഡൌണിൽ എന്തായാലും ന്യൂ ഇയർ പ്രമാണിച്ചും ക്രിസ്മസ് പ്രമാണിച്ചും നിരവധി സാധനങ്ങൾ എന്തായാലും കടകളിൽ സജീവമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു തീപിടുത്തത്തിൽ ഈ 10 കടകൾ കത്തി അമർന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും വസ്ത്രം, കുട്ടികളുടെ കളിപ്പാട്ടം, ഫാൻസി സ്റ്റോർ അടക്കമുള്ള കടകൾക്കാണ്. ഇത് ശ്രീധർ തിയേറ്ററിന് സമീപത്തെ 10 കടകളിലേക്കാണ് തീ പടർന്നത് എന്ന് കൂടിയുണ്ട്. എന്തായാലും രാത്രി തന്നെ കടവന്ത്രയിൽ നിന്നുള്ള 8 യൂണിറ്റുകൾ അടക്കം എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുലർച്ചെയോടെ എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കി. ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരം അത് തന്നെയാണ്. നിലവിൽ ആളപായം ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് തീ പിടിച്ചത് എന്നൊരു കാര്യത്തിലേക്ക് നിലവിൽ എന്തായാലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. സമീപത്തെ ചവറിൽ നിന്നും തീ പിടിച്ചതാണോ, ഇനി ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് തീ പടർന്ന മറ്റ് കടകളിലേക്ക് വ്യാപിച്ചതാണോ എന്നൊരു കാര്യത്തിൽ നിലവിൽ എന്തായാലും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും കൃത്യമായ രീതിയിലുള്ള അന്വേഷണം അതിൽ നടക്കുന്നുണ്ട്. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. അരുണിമ, അതോടൊപ്പം തന്നെ ആളപായവും ഉണ്ടായിട്ടില്ല. ശരി, വ്യക്തമാണ് രേണു.
കൊച്ചി ബ്രോഡ്വേയിൽ കടകൾക്ക് തീപിടിച്ചെന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. ശ്രീധർ തിയേറ്ററിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഏകദേശം 10ഓളം കടകൾ കത്തി നശിച്ചതായാണ് വിവരം. ഫാൻസി കളിപ്പാട്ട കടകൾക്കാണ് തീപിടിച്ചത്. ന്യൂ ഇയർ പുതുവത്സരത്തോടനുബന്ധിച്ച് വലിയൊരു തിരക്കായിരുന്നു ബ്രോഡ്വേയിൽ ഉണ്ടായിരുന്നത്. സമീപത്തെ മാലിന്യ കൂമ്പാട്ടിൽ നിന്നുമാണ് തീ പടർന്നതെന്നാണ് സംശയം. തീ എന്തായാലും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രേണുക രാജേന്ദ്രനാണ്.